ശരി മണികണ്ഠ, ഇന്ന് രാത്രി ചില ആളുകൾ ക്ഷേത്രനടയിലെത്തുന്നുണ്ട്. അവര് എന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനെത്തുന്നവരാ. അല്ല ഗോപാൽജി, പ്രകാശ് വർമ്മയും വൈഷ്ണവി ദേവിയും ഇതുവരെ ക്ഷേത്രത്തിലെത്തിയില്ലല്ലോ. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ കാര്യങ്ങളുണ്ട്. മഞ്ജു ഗിരിയെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ച് എല്ലാം സേഫാണെന്ന് കരുതുന്നുണ്ടെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം അവള് സത്യം തിരിച്ചറിയും. അതുണ്ടാവാൻ പാടില്ല. ക്ഷേത്രമുറ്റത്ത് വന്നിറങ്ങുന്നവര് അത് കൈകാര്യം ചെയ്തോളൂ. തീർത്ത് കളയാനാണോ ഉദ്ദേശിക്കുന്നത്? അതാ എളുപ്പം. നൂൽപാലത്തിലൂടെയുള്ള യാത്ര അപകടമാ. ശത്രു എന്നേക്കുമായിട്ട് തീർന്നാൽ അതൊരു നല്ല കാര്യമാണ്. ഗിരി ഇതുവരെ എന്നെ ചോദ്യം ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ അവൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഉള്ളിലുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യാനാ? ഭാര്യയുമായി ഒരുമിച്ച് കുറെ കാലം ജീവിക്കാനുള്ള യോഗമില്ലാത്തവനായിപ്പോയി. വന്നിറങ്ങാനുള്ളവരിറങ്ങട്ടെ. ടാർഗറ്റുകൾ ഓരോന്നായി ഞാൻ അവർക്ക് കുറിച്ചു കൊടുക്കും. 1000 കണ്ണിയിൽ ഈ വർഷത്തെ സുമംഗലി പൂജ ഒരുപാട് വർഷം ആളുകൾക്ക് ഓർക്കാനുള്ളതായിരിക്കും. നാളത്തെ മത്സരം കൂടി നന്ദിനി ജയിച്ചാൽ സുമംഗലി പൂജയിലെ മത്സരം അതോടുകൂടി തീരും. തനിക്ക് ഓർമ്മയുണ്ടോ, മുമ്പൊരു ദിവസം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് നമ്മൾ ഒരുമിച്ച് പോയത്? വഴിയിലൂടെ വന്ന നന്ദിനിയാ അവസാനം അവിടെ വിളക്ക് കൊളുത്തിയത്. ഏകദേശം അതേ അവസ്ഥ എവിടെയും. ഇനി ഒരു മത്സരത്തിൽ കൂടി അവള് ജയിക്കുന്നത് മമ്മിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. താൻ പൊറുക്കൂ? എന്നെ കൊണ്ടും പറ്റില്ല. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്നാ ഞാൻ നോക്കുന്നത്. ഒരു കൂട്ടര് ശിവപാർവതിമാര്, വേറൊരു കൂട്ടര് കൃഷ്ണനും രാധയും. 4 പേരും കാണാനും മോശമല്ല. വേഷമൊക്കെ ഇട്ടാ കാണാനും നല്ല ഭംഗി കാണും. പിന്നെ ഒരു ചോദ്യമേ ഉള്ളൂ, നന്ദിനേക്കാൾ സുന്ദരിയാണോ മഞ്ജു, അളിയനേക്കാൾ സുന്ദരനാണോ ഗിരി? അങ്ങനെയല്ലേ മാർക്ക് പോകുക? അങ്ങനെയൊന്നും കണക്ക് കൂട്ടിയുള്ള പരീക്ഷണത്തിനൊന്നും പറ്റില്ല വിജയ്. വേറെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത നിമിഷം തന്നെ പൊട്ടിത്തകരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പ്ലാൻ ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ക്ഷേത്രത്തിലെ ആളുകളല്ലേ മേക്കപ്പ് ചെയ്യുന്നതും അവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നതും ഒക്കെ. അതിലേതെങ്കിലും ഒരുത്തനെ ഒന്ന് വളച്ചു പിടിച്ചാലോ? എന്നിട്ട് നന്ദിനിയുടെ ഡ്രസ്സിൽ വല്ല നായ്ക്കുരുണപ്പിടി വിതറുകയോ അല്ലെങ്കിൽ ഡ്രസ്സ് തന്നെ അലങ്കോലാക്കുകയോ എന്തെങ്കിലും ചെയ്യാലോ? അതെ, നറുക്കെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരുത്തൻ കൈ നീട്ടി കാശ് വാങ്ങിച്ചു, കൃത്യമായിട്ട് അവൻ കാലുമാറി. കാശ് കൊണ്ടുപോയി കളയാനാണെങ്കിൽ അങ്ങനെ അയക്കോ? എന്താ മാർഗമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും നാളത്തെ മത്സരത്തിന് നന്ദിനെ ഞാൻ ജയിപ്പിക്കില്ല. ഓരോരോ പാഴ്മോഹങ്ങൾ. നാളത്തെ മത്സരത്തിൽ കൂടി അവള് ജയിച്ച വിജയ് പറയുന്നത് പോലെ ഞാൻ കേൾക്കും. ആക്രമിച്ചു തുടങ്ങി. അവള് ജയിക്കില്ല, ഒരു കാരണവശാലും ജയിക്കില്ല. ഇരിക്കെ. വേണ്ട മാഡം. ഞാൻ മുറിയിൽ വന്ന് നോക്കി, അവിടെ കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. എന്താ മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടോ? നന്ദിനി, നീ ഞങ്ങളോട് ക്ഷമിക്കണം. സത്യത്തിൽ നീയും സൂര്യ ഇവിടെ വന്നപ്പോ നിങ്ങൾ ഒരു കാരണവശാലും ഈ മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാഡത്തിന് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ പങ്കെടുക്കില്ലായിരുന്നു. അത് സാരമില്ല, എല്ലാം കഴിഞ്ഞപ്പോഴാ ഞാൻ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തൊക്കെയായാലും
ഈ മത്സരത്തിൽ ജയിച്ച അതിന്റെ അഭിമാനം നമ്മുടെ കുടുംബത്തിനല്ലേ? മാഡം, എനിക്കും വിജയ്ക്ക് മത്സരിക്കാൻ പറ്റിയില്ല. ഇനി നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കേണ്ടത് നീയാ. കാര്യം മഞ്ജു നമ്മുടെ കൂടെ വന്നതാ. പക്ഷെ മഞ്ജു ജയിച്ചതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മമ്മിക്ക് നിന്നോടത്ത് പറയാൻ പറ്റില്ല. പക്ഷെ മമ്മി മനസ്സിൽ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. നാളെ ദൈവങ്ങളുടെ വേഷമല്ലേ കിട്ടുന്നത്? രാധയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരും. അതിനുള്ളൊരു ചൈതന്യം നിന്റെ മുഖത്തിനുണ്ട്. ഇത്ര പെട്ടെന്ന് കാലം മാറിയോ? നാളെ എല്ലാവരുടെയും നല്ല അഭിപ്രായം നീ പിടിച്ചു വാങ്ങണം. നീ ഈ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ നീ നോക്കിക്കോ, മമ്മിയായിരിക്കും നിന്നെ ആദ്യം അഭിനന്ദിക്കുന്നത്. കാലുമാറ്റം പാരമ്പര്യ. നീ എന്തൊന്നും പറയാത്തെ? മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ കരുതിയില്ല. എടീ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം തന്നെ ആയിരിക്കുന്ന ഞാൻ കരുതിയത്. ഞാനും അങ്ങനെയാ കരുതിയത്. ദേഷ്യം തന്നെ ആയിരുന്നു. പക്ഷെ അത് ഈ നടയിൽ വെച്ച് തീരുകയാണെങ്കിൽ അങ്ങ് തീർന്നോട്ടെ. മമ്മി നിന്നെ അംഗീകരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്ത നിനക്ക് പിന്നെ നമ്മുടെ വീട്ടില് വേറൊരു പ്രശ്നമില്ലല്ലോ. അവളെ ദ്രോഹിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ട് നേരെ പോയി മത്സരം ജയിക്കാൻ അവളെ ഉപദേശിക്കുകയാണ്. നന്ദിനി, ജയിക്കാൻ വേണ്ടി നീ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്നെ ദേവിയോട് അനുഗ്രഹിക്കാൻ പറയണം. നീ അപേക്ഷിച്ച ദേവി ഇത് തട്ടിക്കളയില്ല. ആ പിന്നെ നീ ഇത് വെച്ചോ. എന്താ ഇതാ പിടിക്ക്. ഇതൊരു എനർജി ബൂസ്റ്ററാ. മത്സരം തീരുന്നത് വരെ ഒരു തളർച്ചയും തോന്നില്ല. മത്സരങ്ങൾക്കൊക്കെ പോകുന്നവര് ഉപയോഗിക്കാറുള്ളതാ. എനിക്കിത് വേണ്ട മാഡം. പക്ഷെ ഞങ്ങൾക്ക് വേണം. നോക്ക്, നീ ജയിക്കുമെന്ന വിശ്വാസത്തിലാ മമ്മി പോലും സമാധാനായിട്ടിരിക്കുന്നെ. മത്സരത്തിന് പോകുന്നതിന് അരമണിക്കൂർ മുൻപ് ഇത് കഴിച്ചാൽ മതി. മറക്കരുത്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.